അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം മുതൽ 31 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിപൂർവം സമർപ്പിക്കുന്നത്. തതോഹം നാളമാലംബ്യ വാരിമധ്യമവാതരം തദാ തത്ര മയാ ദൃഷ്ട പുരുഷ പരമാദ്ഭുത. മേഘശ്യാമശരീരസ്തു പീതവാസാശ്ചതുർഭുജ. ശേഷശായീ ജഗന്നാഥോ വനമാലാ വിഭൂഷിത. ശംഖചക്രഗദാ പദ്മാദ്യായുധൈ സുവിരാജിത. ശയാനം തം സമാലോക്യ ഭോഗിഭോഗോപരിസ്ഥിതം. ചിന്താ മമാദ്ഭുതാ ജാതാ കിം കരോമീതി നാരദ. മയാ സ്മൃതാ തദാ ദേവി സ്തുതാ നിദ്രാസ്വരൂപിണി. ദേഹാൻ നിർഗത്യ സാ ദേവി ഗഗനേ സംസ്ഥിതാ ശിവ. അവിതർക്യ ശരീരാ സാ ദിവ്യാഭരണമണ്ഡിത. വിഷ്ണോർദേഹം വിഹായാശു വിരരാജ നഭസ്ഥിത. ഉത തിഷ്ഠദമേയാത്മാ തയാ മുക്തോ ജനാർദ്ദന. പഞ്ചവർഷസഹസ്രാണി കൃതവാൻ യുദ്ധമുത്തമം. തദാ വിലോകിതൗ ദൈത്യൗ ഹരിണാ വിനിപാതിതൗ. ഉത്സംഗം വിമലം കൃത്വാ
തത്രൈവ നിഹതൗ ച തൗ രുദ്രസ്തത്രൈവ സംപ്രാപ്തൗ യത്രാവാം സംസ്ഥിതാവുഭൗ ത്രിഭി സംവീക്ഷിതാസ്മാഭിः സ്वस्था ദേവി മനോഹരാ സംസ്തുതാ പരമാശക്തിരുവാചാസ്മാനവസ്ഥിതാൻ കൃപാവലോകനൈഃ കൃത്വാ പാവനൈർമുദിതാനധാ ദേവ്യുവാച കാജേഷാ സ്വാനി കാര്യാണി കുരുധ്വം സമതന്ത്രിതാം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാകാള്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം രണ്ടാമത്തെ അധ്യായത്തിൽ 22 ശ്ലോകം മുതൽ 31 ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വാരിജത്തിൻ തണ്ടിൽ പിടിച്ച തീവേഗം താഴോട്ടെത്തി, കണ്ടു അത്ഭുതമേറുന്ന പുരുഷനെയും. മേഘശ്യാമ ശരീരനായി മഞ്ഞപ്പട്ടും 4 കൈയും, ആദിശേഷൻ തന്മുകളിൽ വനമാലിയായി, ശംഖചക്രഗദ പത്മധാരിയായി അനന്തനിൽ പള്ളി കൊള്ളുന്നവനായി കണ്ട നേരത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയ നേരം നിദ്രാരൂപിണിയെ ഓർമ്മ വന്നു സ്തുതിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശിവയായ ദേവി വ്യക്തമായ രൂപം സ്വീകരിച്ചു. ദിവ്യാഭരണങ്ങളോടെ വാനിൽ തെളിഞ്ഞു. വിഷ്ണുവിൻ്റെ ദേഹം വേർപെട്ടാണു ദേവി ആകാശത്തു മിന്നിയതോ. ആ സമയം വിഷ്ണു ഉണർന്നു. 5000 വർഷക്കാലം മധുകൈടഭന്മാരുമായി യുദ്ധം ചെയ്തു വിഷ്ണു. അവർ മൃത്യു വരിച്ചു. തുടകളെ ശുദ്ധമാക്കി അതിലിട്ടു കൊന്നവരെ അപ്പോഴേക്കും അവിടേക്കു രുദ്രനുമെത്തി. അമ്മേ ദേവി ഭഗവതി,
അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആകാശത്തിൽ ദേവിയപ്പോൾ നിൽക്കുന്നതു ഞങ്ങൾ കണ്ടു, പരാശക്തിയെയും ഞങ്ങൾ സ്തുതിച്ചു മോദാൽ. പാവനമാം കൃപാകടാക്ഷത്തെ തൂകി ഭഗവതി സന്തുഷ്ടരാം ഞങ്ങളോടു ഏവം പറഞ്ഞു. ദേവി പറഞ്ഞു, ബ്രഹ്മവിഷ്ണു മഹേശ്വര മമ വാണി ശ്രദ്ധിക്കുക, തീരെ അലസരാവാതെ സ്വകർമ്മം ചെയ്യൂ. ബ്രഹ്മവിഷ്ണു മഹേശ്വര മമ വാണി ശ്രദ്ധിക്കുക, തീരെ അലസരാവാതെ സ്വകർമ്മം ചെയ്യൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. ദേവി ശരണം, ശ്രീലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളീ ശരണം, വാണീ ശരണം, ഭദ്രകാളീ ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 170ാമത്തെ ദിവസമാണ് ഇന്ന് തൃതീയ സ്കന്ധം 2ാമത്തെ അധ്യായം. അപ്പോൾ 3ാമത്തെ സ്കന്ധം 2ാമത്തെ അധ്യായത്തിൽ 22ാമത്തെ ശ്ലോകം മുതൽ 31 കൂടിയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പാരായണം ചെയ്തു. അതേപോലെ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുകയും ചെയ്തു. ആ ശ്ലോകങ്ങളെ നമ്മളിപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കണു പതിവ് പോലെ. 22ാമത്തെ ശ്ലോകത്തിൽ പറയണു, തതോഹം നാളമാലംബ്യ വാരിമധ്യമവാതരം തഥാ തത്ര മയാ ദൃഷ്ട പുരുഷ പരമാത്ഭുത. ബ്രഹ്മാവ് പറയുകയാണ്, ഞാൻ എൻ്റെ ഈ ജന്മത്തിന് കാരണമായിട്ടുള്ളത് എവിടെയാണ്, ഈ താമര എവിടെ നിന്ന് ഉയർന്നു വന്നു എന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ താമര എവിടെയെങ്കിലും സ്പർശിച്ചിട്ടുണ്ടാവും, അത് ഭൂമിയാവും. അപ്പോൾ ഭൂമി അന്വേഷിച്ചും കൊണ്ട് വളരെ കാലം വെള്ളത്തിൽ താഴോട്ട് ഇറങ്ങി ഭൂമിയെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷം തപത്തപ എന്ന ശരീരി കേട്ട് തപസ് ചെയ്തു 1000 വർഷം. അപ്പോൾ സൃഷ്ടിക്കൂ എന്ന ഒരു അശരീരി വീണ്ടും ഉണ്ടായി. ഞാൻ ആരെയാണ് സൃഷ്ടിക്കേണ്ടത്?
എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അത്ഭുതപ്പെട്ടു. ഈ സമയത്ത് മധുകൈടഭന്മാർ വന്ന് ഞാനുമായിട്ട് യുദ്ധത്തിനായിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ ആ താമരത്തണ്ട് പിടിച്ച് വെള്ളത്തിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ അവിടെ ദൃഷ്ട പുരുഷ പരമാത്ഭുത, അത്ഭുത സ്വരൂപനായിരിക്കുന്ന ഒരു പുരുഷനെ ഞാനവിടെ കണ്ടു. എങ്ങനെയായിരുന്നു? മേഘശ്യാമ ശരീരസ്തു, മേഘശ്യാമള വർണ്ണനാണ്, മേഘത്തിന് തുല്യമായ ശരീരം. പീതവാസാശ്ചതുർഭുജ, മഞ്ഞപ്പട്ടുടുത്തിട്ടുണ്ട്, 4 കൈകളുണ്ട്. ശേഷശായി ജഗന്നാഥോ വനമാല വിഭൂഷിത, ആദിശേഷനിൽ ശയിക്കുന്നവനും അനന്തനെ തൻ്റെ തൽപ്പമാക്കിയിരിക്കുന്നവനും അതേപോലെ തന്നെ ജഗന്നാഥനും വനമാല വേണ്ട പോലെ ധരിച്ചിട്ടുള്ളതുമാണ്. അത് അണിഞ്ഞവനുമായിട്ടാണ് കണ്ടത്. 4 തൃക്കൈകളുണ്ട് പറഞ്ഞു. അതിൽ ശംഖചക്ര ഗദാപത്മാദ്യായുധൈ സുവിരാജിത, ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയാൽ പരിശോഭിക്കപ്പെട്ടവൻ. അതേപോലെ തന്നെ ശയാനം തം സമാലോക്യ ഭോഗി ഭോഗോപരിസ്ഥിതം, സർപ്പശരീരത്തിന്മേൽ പള്ളി കൊള്ളുന്ന അദ്ദേഹത്തെ കണ്ടിട്ട് നാരദ ചിന്താമമാത്ഭുതാജാത കിങ്കരോമീതി നാരദ, നാരദ ഞാൻ അങ്ങോട്ട് അത്ഭുതപ്പെട്ടു. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് നിദ്രാസ്വരൂപിണിയായിരിക്കുന്ന യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ നമ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നു. നിദ്രാസ്വരൂപിണിയായ ദേവിയെ ഓർമ്മ വന്നു. ഞാൻ സ്തുതിച്ചു. അപ്പോഴോ ദേഹാന്നിർഗത്യ സാ ദേവി ഗഗനേ സംസ്ഥിത ശിവ, വിഷ്ണുവിൽ ആ അനന്തതൽപ്പത്തിൽ കിടക്കുന്ന വിഷ്ണു ഉറങ്ങുകയാണ്. വിഷ്ണുവിനെ ഉണർത്താൻ എന്താ വഴി? ആ ഉറക്കത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന ആ ഭഗവതി അവിടുന്ന് മാറ്റുക. നിദ്രാദേവി, ആ ശിവസ്വരൂപിണിയായ ദേവി ദേഹത്ത് നിന്ന് വേർപെട്ടു, വിഷ്ണുവിൽ നിന്ന് വേർപെട്ടു. അതിവ്യക്തമായ അവിതർക്യ ശരീരാസ, ഏറ്റവും വ്യക്തമായ ശരീരത്തോടുകൂടി ദേവി ഗഗനേ സംസ്ഥിത, ആകാശത്ത് കാണാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ സ്ഥാനം പിടിച്ചു. എങ്ങനെയുള്ളവളാണ്? സാ ദിവ്യാഭരണമണ്ഡിത, ദിവ്യാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ദേവി ആകാശവീഥിയിൽ നിൽക്കുന്നു. വിഷ്ണോർദേഹം വിഹായാശു വിരരാജ നഭസ്ഥിത, വിഷ്ണുവിൻ്റെ ദേഹത്തെ വിട്ടിട്ട് ആ ആകാശത്ത് മിന്നിത്തിളങ്ങിയ ദേവി ഉദതിഷ്ഠതമേ ആത്മാ തയാമുക്തോ ജനാർദ്ദന, ദേവി ആ ശരീരത്തിൽ നിന്ന് പോയപ്പോൾ, നിദ്ര അകന്നപ്പോൾ പിന്നെന്താ? ഉണരുക അല്ലേ? ഇവിടെ വിഷ്ണുവും ഉണർന്നു. പഞ്ചവർഷ സഹസ്രാണി കൃതവാൻ യുദ്ധമുത്തമം, നമ്മൾ നേരത്തെ കേട്ടു മധുകൈടഭന്മാരുമായിട്ട് ഭഗവാന്റെ യുദ്ധത്തെക്കുറിച്ച്. 5000 വർഷം വിഷ്ണു ദൈത്യന്മാരുമായി മഹായുദ്ധം ചെയ്തു. തഥാ വിലോകിതൗ ദൈത്യൗ ഹരിണ വിനിപാതിതൗ. അപ്പം എനിക്ക് കാണാൻ സാധിച്ചു ആ വിഷ്ണു ഈ 2 പേരെയും, മധുവിനെയും കൈടഭനെയും 2 പേരെയും വീഴ്ത്തി എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിച്ചു. വിഷ്ണു വിജയിച്ചിരിക്കുന്നു. 2 അസുരന്മാരും ദാ മരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് 2 പേരെയും കൊന്നത് എന്നാ പറയണത്? ഉത്സംഗം വിമലം കൃത്വ. അപ്പോ വിപുലം എന്ന് വേണമെങ്കിൽ ആവാം, തൻ്റെ തുട വലുതാക്കി എന്നാണ് മുമ്പ് പറഞ്ഞത്. ഇവിടെ വിമലമാക്കി, ശുദ്ധമാക്കി എന്ന് പറയുന്നു. 2 ദൈത്യന്മാരെയും ഭഗവാൻ നിഗ്രഹിച്ചു. ഉത്സംഗം വിമലം കൃത്വ തത്രൈവ നിഹതൗ ചതൗ, അവരെ 2 പേരെയും കൊന്നു. ഈ സമയത്തോ രുദ്രസ്തത്രൈവ സംപ്രാപ്തോ യത്രാവാം സംസ്ഥിതാവുഭൗ. അപ്പൊ ഇവിടെ വിമലം എന്നാണ് പറയണത്. 2 ദൈത്യന്മാരെ നിഗ്രഹിച്ചു. ആ സമയത്ത് ദാ രുദ്രൻ അവിടേക്ക് എത്തിച്ചേർന്നു. രുദ്രസ്തത്രൈവ സംപ്രാപ്തോ യത്രാവാം സംസ്ഥിതാവുഭൗ. ഞങ്ങൾ 2 പേരും നിന്നിടത്തേക്ക്, ബ്രഹ്മാവും വിഷ്ണുവും നിന്നിടത്തേക്ക് സാക്ഷാൽ മഹാദേവൻ രുദ്രനും എത്തിച്ചേർന്നു. ത്രിഭി സംവീക്ഷിതാസ്മാഭി
സ്വസ്ഥാദേവീ മനോഹരാ സംസ്തുതാ പരമാശക്തിരുവാചാസ്മാനവസ്ഥിതാൻ കൃപാവലോകനൈ കൃത്വാ പാവനൈർമുദിതാനധാ. അതിസുന്ദരിയായ മനോഹരാദേവി സ്വസ്ഥ. എവിടെ? ആകാശത്ത്. മനോഹരണിയായിരിക്കുന്ന ദേവി ആകാശത്ത് തൻ്റെ ആ സ്വസ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് ഞങ്ങളെല്ലാവരും കണ്ടു. ഞങ്ങളോ സംസ്തുതാ പരമാശക്തി, ആ പരാശക്തിയെ ഞങ്ങൾ വേണ്ടതുപോലെ സ്തുതിച്ചു. അപ്പോഴോ കൃപാവലോകനൈ കൃത്വ, കൃപാകടാക്ഷം പൊഴിച്ചും കൊണ്ട്, കാരുണ്യത്തിൻ്റെ ആ നോട്ടം ഞങ്ങൾക്ക് പകർന്നുകൊണ്ട്, ഈക്ഷയാ അമൃതവർഷിണിയായ നോട്ടം കൊണ്ട് ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ചും കൊണ്ട് ആ ദേവി സന്തുഷ്ടരായി. ആ ഭഗവതിയുടെ ദർശനം കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഞങ്ങളെ 3 പേരെയും, ബ്രഹ്മാവായിരിക്കുന്ന എന്നെയും അതേപോലെ ആ ഭോഗീന്ദ്രശായിയായിരിക്കുന്ന വിഷ്ണുവിനെയും മഹാദേവനെയും നോക്കിക്കൊണ്ട് ദേവി ഞങ്ങളോട്, ആ പരമാശക്തി ഉവാചാസ്മാനവസ്ഥിതാൻ, ഞങ്ങളുടെ അടുത്ത് ദേവി ദാ പറഞ്ഞു എന്ന് പറയുന്നു. കാജേശ സ്വാനി കാര്യാണി കുരുദ്ധം സമതന്ത്രിത. ഹേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ, നിങ്ങൾ ഒട്ടും തന്നെ അലസരാവാതെ അവരവരുടെ കർമ്മങ്ങളെ, നിങ്ങളുടെ കാര്യങ്ങളെയൊക്കെ വേണ്ടതുപോലെ ചെയ്യൂ എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നത്. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.